അഹങ്കാരത്തിന്റെ കോട്ടകൾക്ക് വിള്ളലേറ്റിരിക്കുന്നു. 56 ഇഞ്ച് നെഞ്ചളവുള്ള ഭരണാധികാരി സഭയുടെ പടിവാതിക്കൽ വന്ന് മടങ്ങിപ്പോയ ചരിത്രപരമായ നിമിഷം. സ്പീക്കർ ഓം ബിർളയുടെ വാക്കുകൾ വെറുമൊരു വെളിപ്പെടുത്തലല്ല, അതൊരു കീഴടങ്ങലാണ്. പ്രധാനമന്ത്രി വരുന്നത് ഞാൻ തടഞ്ഞു എന്ന് സ്പീക്കർ പറയുമ്പോൾ ലോകം ഒരു കാര്യം തിരിച്ചറിയുന്നു: പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങളെ നേരിടാൻ കഴിയാത്ത വിധം മോദി സർക്കാർ തളർന്നിരിക്കുന്നു എന്നത്. രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ മോദിയെ സംസാരിപ്പിക്കില്ല എന്ന പ്രതിപക്ഷ ശബ്ദത്തിൽ സഭ സ്തംഭിച്ചുപോയി. നിങ്ങൾ എത്ര മൈക്കുകൾ ഓഫാക്കിയാലും എത്ര അംഗങ്ങളെ പുറത്താക്കിയാലും ആ ശബ്ദം നിലയ്ക്കില്ല. രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ ഒരു വ്യക്തിയല്ല, മറിച്ച് തളരാത്ത പോരാട്ടത്തിന്റെ കനലായി മാറുകയാണ്. ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് നരവനയുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യവും ഭരണപക്ഷത്തിന്റെ നെഞ്ചിലേക്കാണ് ഏറ്റത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് മോദി വഴങ്ങിയോ എന്ന് ചോദിക്കാൻ എപ്സ്റ്റീൻ ഫയലുകളുമായി സഭയിലെത്തിയ രാഹുലിന് മുന്നിൽ മറുപടിയില്ലാതെ മോദി വിറച്ചുപോയി. സഭയിലെ വനിതാ എംപിമാർ ശരിയെന്ന് തോന്നുന്നു ചെയ്യുക എന്ന ബാനറുമായി പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചപ്പോൾ അവിടെ തകർന്നു വീണത് ഭരണാധികാരികളായുള്ള അധികാരഗർവായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി തന്റെ മറുപടി പ്രസംഗം ഉപേക്ഷിച്ച് ഓടിയൊളിച്ചു. അതെ, ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണ്. രാജ്യസഭയിൽ ഖാർഗെ ആഞ്ഞടിച്ചപ്പോൾ പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ BJP നേതാക്കൾ നെഹ്റുവിനെയും പഴയകാല സംഭവങ്ങളെയും കൂട്ടുപിടിക്കുന്നത് അവരുടെ ദയനീയ അവസ്ഥയുടെ തെളിവാണ്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകാത്തത് തന്റെ നിർദ്ദേശം മൂലമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറയുമ്പോൾ അത് മോദിയുടെ കൂടി തോൽവിയായി മാറുന്നു. കോൺഗ്രസ് എംപിമാർ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ലഭിച്ചതുകൊണ്ട് പ്രധാനമന്ത്രിയോട് താൻ വരേണ്ട എന്ന് പറഞ്ഞതായിട്ടാണ് മറുപടി പ്രസംഗം വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എന്നാണ് ഓം ബിർള തുറന്നടിച്ചത്. പിന്നാലെ സഭ പിരിയുകയായിരുന്നു. ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം 5 മണിക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിശ്ചയിച്ചത്. എന്നാൽ നരവനയുടെ പുസ്തകം ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം മൂലം നന്ദി പ്രമേയം പാസാക്കി സഭ പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടഞ്ഞിരുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമായേനെന്നും അതുകൊണ്ടാണ് താൻ അത്തരത്തിൽ നിർദ്ദേശം നൽകിയത് എന്നുമാണ് ഓം ബിർള പറഞ്ഞത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യങ്ങളിൽ പരിഭ്രാന്തനായിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സത്യത്തെ മോദി ഭയപ്പെടുന്നു, നുണകളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും രാഹുൽ ആഞ്ഞടിച്ചു. എക്സിലൂടെയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രതികരണം എത്തിയത്. ലോക്സഭയിൽ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവേനയുടെ പുസ്തകം മുൻനിർത്തി രാഹുൽ ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തത് എന്താണെന്ന വാദമാണ് ഭരണപക്ഷം ഉയർത്തിയത്. പിറ്റേ ദിവസം പുസ്തകവുമായിട്ടാണ് രാഹുൽ ഗാന്ധി സഭയിലേക്ക് എത്തിയത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ മോദി സമ്മർദ്ദത്തിന് വഴിപ്പെട്ടോ എന്നും പാർലമെന്റിന് പുറത്ത് എപ്സ്റ്റീൻ ഫയൽസ് ഉയർത്തിയും രാഹുൽ ചോദിച്ചിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും നേരിട്ട് മറുപടി പറയാൻ മോദി രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൽ ശ്രമിച്ചില്ല. പകരം രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ പുറത്താക്കി ശീലിച്ചവർക്ക് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ സഭയിൽ നിന്നും പുറത്തേക്ക് ഓടേണ്ടി വരുന്നു എന്നത് ജനാധിപത്യം ജയിച്ചു എന്നതിന്റെ സൂചനയാണ്.